Falls and Mount Greylock. Mount Greylock. Mount Greylock. മസാച്യുസെറ്റ്സിന് അക്രോസ് ആയിട്ടൊരു യാത്ര. ഞാൻ വിചാരിച്ചത് സ്വിച്ച് ഇട്ടാണ്ട് പോകും. ഓക്കെ, അതൊക്കെ പോണെങ്കിൽ ഓടിൻ്റെ ഒക്കെ അമേരിക്കൻ വണ്ടികളിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളായിരുന്നു. വളരെ മുകളിലായിട്ട് ഇവിടുത്തെ തനതായ ട്രഡീഷണൽ റൂട്ട് കനാഗസറ്റ് ഹൈവേ കണക്റ്റിക്കട്ട് നദിയുടെ അടിയിൽ പറ്റിയാണ്. കണക്റ്റിക്കട്ട് നദിയുടെ ഒറിജിൻ അന്വേഷിച്ചാണ് സാധാരണ ആളുകൾ പോകാറ്. നമ്മളിന്ന് അതല്ല ചെയ്യുന്നത്. മസാച്യുസെറ്റ്സിലെ തന്നെ ഷെർബോൺ ഫോൾസിലേക്കാണ് യാത്ര. ഊടുവഴികളിലൂടെയാണ് യാത്ര. അത് കാരണം കൊണ്ട് അല്പസമയം എടുക്കും നമ്മൾ. പക്ഷേ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള യാത്ര. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗ്രേലോക്ക് മൗണ്ടനിലേക്ക് 1 മണിക്കൂർ വീണ്ടും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. അതാണ് ഇന്നത്തെ ഉദ്ദേശം. ഇവിടുന്ന് തന്നെ കളറ് സൂപ്പറാണ്. നിങ്ങൾക്ക് പിന്നെ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. വ്യൂ എങ്ങനെ നോക്കാനാണ്. മറ്റേ നമുക്ക് കംപ്ലീറ്റ് 360 റെക്കോർഡ് ചെയ്തോളൂ. റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. രണ്ടും കൂടെ ആകുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീരും. അവൻ്റെ തീരും, എൻ്റെ തീരും. ലക്ഷ്യം 4-5 മണിയാകുമ്പോൾ മൗണ്ട് ഗ്രേലോക്ക് കയറുന്നുണ്ട്. ഈ കിടക്കണ കഴിഞ്ഞ കിടാങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ല അവിടെ. പക്ഷേ കമേഴ്ഷ്യലായിട്ട് വളർത്തുമ്പോൾ ഇവർക്ക് കാറ്റ് മേത്തടിക്കാതിരിക്കാനായിട്ട് ഒരു ബ്രേക്കർ ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ എത്ര തണുപ്പത്തും പുറത്ത് തന്നെയാണ് കിടക്കുക. മേല് നനയരുത്. എന്നാലും ഈ മേല് നനയരുത്. കോഴിക്കും അതെ, മേല് നനയരുത്. വലിയ ആനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്നത് അവിടെയാണ്. പട്ടിയെ ശീലം പഠിപ്പിക്കുന്നതാണ്. നേരെ നോക്കൂ. ഇവിടെ എവിടെ നമ്മൾ നിർത്തുന്നു? ഇവിടെ എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുമല്ലോ. എനിക്ക് 2-3 പിക്ചർ എടുക്കാം. ഇങ്ങോട്ട് പോകും. അല്ല വേണ്ട, ഇവിടെ നിന്ന് എടുക്കണ്ട. നമ്മൾ ഷെർബോൺ ഫോൾസിലേക്ക് അവിടെ എത്താറാകുമ്പോൾ നിങ്ങൾക്ക് നല്ല മനോഹരമായ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ കിടക്കും. ഓക്കെ, ഇത് നമുക്ക് നാളെ നടക്കാനുള്ള ഒരു അവസരം. നാളെ നമ്മൾ ഇതുവരെ നടക്കും. സർവകലാശാലയാണ്. മണ്ണുത്തില് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും വെറ്റിനറി യൂണിവേഴ്സിറ്റിയും ഒരുമിച്ചുള്ളതുപോലെ തന്നെ ഇവിടെയും ഈ സംഗതി ഒരുമിച്ചാണ്. പക്ഷെ ഇവിടെ കൃഷി
മൃഗങ്ങളുടെ പരിപാലനത്തിന് വേണ്ടി എങ്ങനെ കൃഷി ഉപകരിക്കാം എന്നുള്ളതിന് മാത്രമേ ഇവർ ഗവേഷണം ചെയ്യുള്ളൂ. അല്ലാതെ ഫുഡ് റിസർച്ച് ഇവർ നമ്മുടെ ഫുഡ് റിസർച്ച് ഇവിടെ ചെയ്യുന്നില്ല. വെയില് അതെന്താ പുതിയ പുല്ലുവിത്ത് വികസിച്ച് മേഖലയാണ്. ചൂടെടുക്കാൻ തുടങ്ങി. ഞാൻ ഈ സാധനം ഊരിട്ടാലോന്ന് ആലോചിക്കാം. ഊരിട്ടും അവിടെ എത്തുമ്പോൾ അതല്ല ഞാൻ അതൊക്കെ ബാക്ക് സീറ്റിൽ വെച്ചത് തോന്നുന്നു. അവിടെ എത്തുമ്പോൾ മതിയല്ലോ. 17 ഡിഗ്രിയിൽ ചൂടെടുക്കാൻ ഇറങ്ങി. കഞ്ചാവ് കടയുണ്ട്, മാർക്കറ്റ് 34. ഒരു ദിവസം ഞാൻ എന്താണ്ട് വലിയ ഡിസ്കൗണ്ടിൽ ഫ്രോസൺ ഫുഡ് വെക്കണ സ്ഥലം വെച്ചിട്ട് അന്വേഷിച്ചു. അത് ഫുൾ റെക്കോർഡിംഗ് ആണ്. നമ്മുടെ ഡാഷ് ക്യാമറ പോലെ അവനൊന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ളത് മാത്രം അതിന് എടുക്കും. സംസാരം കിട്ടും. അപ്പൊ എനിക്ക് ബാക്കിയുള്ള ഇമേജസ് ഒക്കെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓഡിയോ എടുത്ത് ഇതിലൊരു കോൺട്രാസ്റ്റ് പറഞ്ഞില്ല. ഇന്നോവ ക്രസ്റ്റ് 140 ഹോഴ്സ് പവർ ആണ്, 125 ഹോഴ്സ് പവർ, 10 ഗിയർ. CVT അല്ല, CVT വാനിലേക്ക് വന്ന് കണ്ടില്ല. Continue straight onto Cherry Street. Continue on Cherry Street for half a mile. In 1,000 feet, turn left onto Gold Street. അപ്പലേച്ചൻ പർവ്വതനിരകളുടെ മടക്കുകളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ മൊത്തം യാത്ര. അപ്പോൾ കയറ്റവും ഇറക്കവും പ്രതീക്ഷിക്കണം. ഏറ്റവും ഇറക്കം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇവിടെ നിന്ന് 10 മൈൽ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലെയിൻസ് ആയി. ഒരു 20 മൈൽ പ്ലെയിൻസ് ആണ് കടലിലേക്ക്. Take the second left onto Gold Street. In half a mile, turn right onto Massachusetts 140 North. ഇവിടെയൊക്കെ സ്നോ പെയ്യുമ്പോൾ സൂക്ഷിച്ച് പോയി വണ്ടി കഴിഞ്ഞു പോകും. തന്നെ പോകും അല്ലേ?
ഇന്ന് നമ്മൾ സ്നോ പ്രോസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ടയർ പ്രഷർ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് ഇവിടെ നടന്നു. ഒരു ടണ്ണിലെ ലെവലിലൊക്കെ വയ്ക്കാം. 35 per pound per square inch. നമ്മുടെ നാട്ടില് 2.5 എന്ന് പറയുന്നത് 30 pounds per square inch ആണ്. അല്ല, 28 PSI ആണ്. സാധാരണ 31 ആണ് വെക്കാം. ഇത് 35 PSI ടയേഴ്സ് ആണ്. Take the next Orthodox right road. on Massachusetts 140 North. ഗ്രീക്ക് ഓർത്തഡോക്സ് ആണ്, മലയാളി ഓർത്തഡോക്സ് അല്ല. അല്ല, സിറിയൻ ഓർത്തഡോക്സ്. Continue on Massachusetts 140 North for 2 miles. നമ്മൾ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടോ, റോഡ് 9ന്റെ നോർത്തെല്ലാം പൈസക്കാരും സൗത്തിൽ മുഴുവൻ ടീച്ചർമാർ, അങ്ങനത്തെ ഗവൺമെന്റ് സർവീസ്. നോർത്തിലേക്ക് നമ്മൾ കിടക്കാണ്. ഇവിടെ കാണുന്ന വീടുകൾ കണ്ടു കഴിഞ്ഞാൽ വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഓരോന്നിനും 1.5-2 മില്യണൊക്കെ ആയിരിക്കും വീട്. ഈ ടൗണിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് പറയും. ടൗണിന് ഫൈൻ അടിക്കും. അപ്പോൾ അവര് വേറൊരു ഇവിടെ 2 അമ്പലങ്ങൾ വന്നു. നമ്മളിപ്പോൾ രണ്ടാമത്തെ അമ്പലമാണ് കടന്നു പോകുന്നത്. ഇവിടെ സാമാന്യ ഇന്ത്യക്കാരുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാരിവിടെ ദീപാവലി അവധി വേണം, അങ്ങനെ കുറേശ്ശെ ബഹളം കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഐഡന്റിറ്റി പൊളിറ്റിക്സ് കടിച്ചു തുടങ്ങുമ്പോൾ ഇവിടുത്തുകാർക്ക് ചൊറിയുന്നു. ഇവിടെ കുറച്ചൊരു ഈ ടൗണിൽ ഇന്ത്യക്കാരെ ഒന്ന് ഒതുക്കാൻ കുറേശ്ശെ വെറുത്തു തുടങ്ങിയിരുന്നു. അത് നമ്മുടെ കയ്യിലെ മുഷ്കത്തരം കാണിച്ചിട്ടാണെന്ന് എനിക്ക് ചെറിയ സംശയമില്ല. കാരണം ഇവിടെ ടാക്സ് മണി ഫീൽ ചെയ്യുന്നത് ഒരു സിഗ്നിഫിക്കന്റ് പാർട്ട് ഇന്ത്യക്കാരാണ്. ഈ ഹൈവേ കൂടെ ഈ വണ്ടികൾ പോകുന്നവരെ ഇവർ നിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ പൈസയുള്ള. കൊച്ചുവീടുകളിലൊക്കെ മുന്നിൽ ഇവിടുന്ന് സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫ്ലോറിഡ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ വീടിന് വിലയില്ല. അപ്പോൾ ആളുകളുടെ വണ്ടിയൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ വീടിന് കാശുള്ളതുകൊണ്ട് വണ്ടി കടായിരിക്കും. ഇവിടെ ബെൻസ് ഉള്ളവൻ പൈസക്കാരനായിരിക്കും. ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല, പക്ഷെ that is the way it is. At the light, turn left onto Main Street, then turn right to stay on Main Street. ഇത് ഇവിടുത്തെ ഒരു പഴയ തറവാടി സ്റ്റേക്ക് ഹൗസ് ആണ്. റിസർവേഷൻ കിട്ടാൻ ആഴ്ചകളോളം മുന്നേ. അത് ശരി. പഴയ തറവാടി സ്റ്റേക്ക് ഹൗസ് എന്ന് പറഞ്ഞു.
തറവാടിയല്ല, അവൻ കൊലയാടിയാണ്. ആഴ്ചകളോളം വേണമെന്ന് പറഞ്ഞാലേ. Turn right to stay on Main Street. ഇപ്പൊ ഇവിടെ ഈ പവർ ലൈനിൽ കണ്ട നീ ആ സംഗതി 4 ഒരു ചതുരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. ആ പവർ ലൈൻ ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ അത് അങ്ങനെ പിടിപ്പിച്ചിരിക്കണ കാരണം വെച്ചാൽ വിന്ററിൽ ഇവിടെ ഐസ് മഴ പെയ്യും. അപ്പൊ ഈ ഐസ് മഴ പെയ്യുമ്പോ സ്നോ പെയ്ത് കഴിഞ്ഞാൽ സ്നോ തട്ടി താഴ്ത്തേക്ക് വീഴും. ഐസ് മഴ അത് പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചിരിക്കും. അപ്പൊ അതിന് ബലം കൂടും. ആക്ച്വലി ഐസ് മഴയും സ്നോയും തമ്മിൽ വ്യത്യാസം എന്താ? ടെമ്പറേച്ചർ ഒരു 0 ഡിഗ്രി 1 ഡിഗ്രി അത് വരുമ്പോഴാണ് ഐസായിട്ട് വീഴും. -5 താഴെ സ്നോ ആയിട്ടാണ് വീഴും. ഐസ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചില്ലകൾക്കൊക്കെ കനം വരും. അപ്പൊ ആ ചില്ലയൊക്കെ ഈ അടുത്ത ഐസ് മഴയ്ക്ക് വീഴാനായിട്ട് റെഡിയായിട്ട് ജനിച്ചു കൊടുക്കുന്ന ഐസ് മഴയാണ്. അത് വീഴുമ്പോ ഈ പവർ ലൈൻ ഒടിഞ്ഞ് താഴത്തേക്ക് പോരരുത്. ഇവിടെ നമ്മുടെ തൃശ്ശൂരത്തെ പോലെയാണ്. മുനിസിപ്പാലിറ്റിയാണ് ഈ ടൗണില് ഇലക്ട്രിസിറ്റി വിതരണം ചെയ്യുന്നത്. സെൽക്കോ ആണ്, ഷൂസ്ബറി ഇലക്ട്രിക് ആൻഡ് ലൈറ്റ് കമ്പനിയാണ്. അപ്പൊ അവര് ഇവിടുത്തെ മിക്കവാറും പവർ ലൈനിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അവിടേക്ക് വരുമ്പോഴും ഇതേ സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഐസ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ 3-4 ദിവസം മഞ്ഞ് പെയ്യായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ വലിയ ജനറേറ്ററൊക്കെ വാങ്ങിച്ചു വെച്ചത്. അല്ല, ഞാൻ സ്പേസർ ഇട്ടതുകൊണ്ട് സ്പേസർ ഇട്ടുകൊണ്ടല്ല, അത് എന്താ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വയർമ മാത്രമായിട്ട് ആ ലോഡ് വരുന്നില്ല. മറ്റേത് മരം ഒടിഞ്ഞു കാണുമ്പോൾ ഒരു വയർമ മാത്രമായിട്ട് പെട്ടെന്ന് ലോഡ് വരുന്നു. ആ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഈ സ്പേസർ അല്ല, ലോഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ശരിക്കും. അവിടുന്ന് ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിംഗിൾ ലൈനാണ് കണ്ടത്. അത് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഇവന് മാത്രമേ പോക്കുള്ളൂ. അത് 5 kV ആംപിയറിന്റെ ലൈനാണ്. അല്ല, 5 kV ലൈനാണ്. 11 kV നമ്മുടെ നാട്ടിൽ 11 kV 66 kV. അത് കഴിഞ്ഞിട്ട് അതിനെ ആ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ചെറുതാക്കി 28-448 ചെറുത് ഈ സിലിണ്ടർ പോലത്തെ സാധനം അതെല്ലായിടത്തും അത്യാവശ്യത്തിനുണ്ട്. ഇവിടെ ആൾമോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മുഴുവൻ വളരെയധികം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെയൊക്കെ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ സ്റ്റേഷൻ ഉണ്ട് അവിടെ താഴെ. അടുത്ത് അപ്പുറത്ത് അടുത്തത്. അപ്പോ നമ്മുടെ നാട്ടിലത്തെ അടിയിലൂടെ പോകുന്ന ഈ 3 ലൈന് അത് കമ്മ്യൂണിക്കേഷൻ അത് കേബിൾ കമ്മ്യൂണിക്കേഷൻ. ഈ ടൗണില് ഫോണും കേബിൾ ലൈനും അവരുടെ തന്നെയാണ്. ഇവിടെ ഇന്ത്യ സൊസൈറ്റി ഓഫ് In a quarter mile, turn right onto the I-290 West ramp to Auburn. ഇവിടെ ഈ വണ്ടി ഓടിക്കുമ്പോൾ വലിയ ബഹളമില്ലാതെ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഒരു ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്ക് ആദ്യം കിട്ടും. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവൻ ആദ്യം ആക്സലറേറ്റർ ബ്രേക്ക് ആണ് ഉണ്ടാവുക. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം തെറി പറയും. റിസ്ക് തീരെ എടുക്കില്ല, ജീവന് നല്ല വിലയുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മള് ഇപ്പൊ ഈ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ലൈക്ക് ഒരു നാട്ടിലൊക്കെ UAE-ലാണെങ്കിൽ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് കോമ്പൻസേഷൻ കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മള് വിമർശന ബുദ്ധിയാൽ പറയാറുള്ളത്, ഒരു സൈറ്റിലൊക്കെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പോൾ അവിടെ ഇൻഷുറൻസ് കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ ഇന്ത്യൻസിനാണെങ്കിൽ ബംഗ്ലാദേശിക്കാണെങ്കിൽ ഏഷ്യൻസിനാണെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ സ്ലാബ്. ബട്ട് ഇഫ് ഇറ്റ്സ് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ ആണെങ്കിൽ വേറൊരു സ്ലാബാണ്. എന്നിട്ട് നമ്മള്
ക്രിട്ടിക്കലായിട്ട് പറയുന്നത് എന്താ, നമ്മുടെ ലൈഫിന് എന്താ വിലയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. പക്ഷെ ഇവിടെ അത് കൺസിഡർ ചെയ്ത് കാണുമ്പോൾ നമ്മൾ ഇവരുടെ നാട്ടിൽ തന്നെ അതിന് അത്യാവശ്യത്തിനുള്ള വില അവർ തന്നെ കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ലൈഫിന് എത്രത്തോളം വില കൊടുക്കേണ്ടത് നമ്മൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ബോംബെയിലെ സബർബൻ ട്രെയിനിൽ കയറി പോകുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ എത്ര ആളുകൾ അതിനകത്തേക്ക് കുത്തി കയറുന്നു, അവരെത്രത്തോളം സേഫായിട്ട് വീട്ടിലെത്തുന്നു നോക്കാൻ അവിടെ ആർക്കും സമയമില്ല. എങ്ങനെയൊക്കെയോ ആളുകൾ ജീവിക്കുന്നു എന്നല്ലാണ്ട്. അപ്പോൾ നമ്മളുടെ ഏത് സിറ്റിയിലെ ട്രാൻസ്പോർട്ടേഷനും ഹ്യൂമൻ ട്രാൻസ്പോർട്ട്സും എന്ത് നോക്കിയാലും അതിലൊക്കെ ഈ ഒരു നെഗ്ലിജൻസ് കൃത്യമായിട്ട് കാണാൻ പറ്റും. ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ലൈഫ്. അതെ, അത് ഈ എന്താണ്, കൊടുക്കേണ്ടവരുടെ അടുത്തുനിന്നും കിട്ടേണ്ടവരുടെ അടുത്തും അത് തന്നെയാണ്. ദേ ഡോണ്ട് ഗീവ് ദംസെൽസ്. അവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സ്വയം അവരവരോട് തന്നെ ഒരു ഇതുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ അവർക്ക് ആവുള്ളൂ. മേ ബി അവർക്ക് ദേ ഹാവ് മോർ അതർ റിസർവേഷൻസ്, ലൈക്ക് പഷ്ണി ഉണ്ടാവും, അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റു പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള പരക്കം പാച്ചിലിന്റെ ഉള്ളിലാണെങ്കിൽ തീർച്ചയായും അതൊരു സാധ്യത തന്നെയാണ്, അവരത് കൊടുക്കില്ല. പക്ഷെ അതല്ലാത്തവരുടെ ഇടയിൽ പോലും അത് കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശ. ഇപ്പോൾ കുറച്ച് ഹൈലി പ്ലേസ്ഡ് ഉള്ള ആളുകളാണെങ്കിൽ പോലും അവര് ആ വാല്യൂ കൊടുക്കുന്നില്ല. 3 ലൈനുള്ള ഏത് ഹൈവേയിലും ഏറ്റവും ഇടതുവശത്തെ ലൈനിൽ ട്രക്കുകൾ പോകുന്ന നിയമം മുൻനിർവചിച്ചിട്ടുണ്ട്. ട്രക്കുകൾ വലത്തുവശത്തെ 2 ലൈനിലായിരിക്കും. അതും വളരെയധികം സുരക്ഷിതമായിട്ട്. ഒരു ട്രക്ക് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ആ ട്രക്കിന്റെ ലോഡിന്റെ മൂല്യവും ഇവിടെ വളരെയധികമാണ്. 35 ടണ്ണാണ് ഒരു ട്രക്കിന്റെ കപ്പാസിറ്റി. അപ്പോൾ ആ ഗുഡ്സിന് അവർ കൊടുക്കുന്ന വിലയും ഹ്യൂമൻ ലൈഫ് ലോസ് ഉണ്ടായാൽ അതിന് വരുന്ന നഷ്ടവും ഒക്കെ ഇവർ വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ പോകുന്നത് 45 ടണ്ണിന്റെ ട്രക്കാണ്. ഇവിടെ ട്രക്ക് ഓടിക്കുന്നത് സാധാരണ പെൺകുട്ടികളുമുണ്ട്. അവരെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇത്തരം മാസീവ് ലോഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഡ്രൈവിങ്ങിൽ ആദ്യം പഠിപ്പിക്കുന്നത് ജീവൻ, വസ്തു, സൗകര്യം. ഇതാണ് നമ്മുടെ പ്രയോറിറ്റി. സൗകര്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ സൗകര്യം, വസ്തു, ജീവൻ. ഇപ്പൊ ഒരു വെച്ചാല് യു ഓൺ യുവർ വെഹിക്കിൾ നോട്ട് ദ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആൾക്കാർ പറയുന്നുണ്ട്. അത് മറ്റത് നാട്ടിലൊരു വിഷയം എന്താണെന്ന് വെച്ചാല് നമുക്ക് വി ഹാവ് ഇനഫ് ഫ്രീഡം. അത് ബാക്കിയുള്ളവരുടെ മേലെ, മറ്റുള്ളവരുടെ അധികാരത്തിന്റെ മേലെ, മറ്റുള്ളവരുടെ പിന്നെ ഉള്ളിലേക്ക് കുതിര കയറാനുള്ള സാധനമാണ് എൻ്റെ ലിബേർട്ടി അല്ലെങ്കിൽ എൻ്റെ റൈറ്റ്സ് എന്നുള്ളൊരു തോന്നല് വളരെയധികം ആളുകളുടെ ഇടയിലുണ്ട്. ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ അതുണ്ട്. നമ്മൾ അതിനെ സംസ്കരിച്ചെടുത്തിട്ട് വേണം എന്നുള്ള ധാരണ ഉണ്ടായാൽ തന്നെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് തൃശ്ശൂരിൽ നിന്ന് കാർ എടുത്ത് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തും. ഈ അടുത്തൊരു സുഹൃത്ത് പരാതി പറയുണ്ടായി, ഇപ്പം എല്ലാവരുടെയും കാറുകൾ കാരണം കൊണ്ട് അവിടെ എത്തുമ്പോൾ 8 മണിക്കൂറാണ്. അപ്പം അതിലുള്ള അപാകത ഞാൻ കണ്ടത് മറ്റുള്ളവർക്ക് പണം ഉണ്ടാകുന്നു, എൻ്റെ സൗകര്യങ്ങൾ കുറയ്ക്കുന്നു എന്നുള്ളൊരു അമർഷം അതിലുണ്ട്. കേരളം എന്ന് പറയുന്നത് വളരെയധികം ജനസാന്ദ്രതയുള്ള, സ്ക്വയർ കിലോമീറ്ററിന് 1000-ഓളം പേര് ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ആ സ്ഥലത്ത് നമ്മൾ പാലിക്കേണ്ട സുരക്ഷിതത്വ മാനദണ്ഡങ്ങളെ കുറിച്ച് നമുക്ക് എത്ര കണ്ട് വിലയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. കേരളം ഒരു വ്യക്തിഗത ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിന് വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ല. മാസ് ട്രാൻസിറ്റ് റെയിലും മാസ് ട്രാൻസിറ്റ് ബസ് സംവിധാനങ്ങളുമാണ് കേരളത്തിൽ വേണ്ടത്. തൃശ്ശൂർ നഗരത്തിലേക്ക് സ്വകാര്യ കാറുകൾ പ്രവേശിപ്പിക്കരുത്. അവിടെയൊക്കെ ബസ്സുകൾ എല്ലായിടത്തേക്കും പോകാനായിട്ട് സംവിധാനം ഒരുക്കുകയും പുറത്ത് എവിടെയെങ്കിലും കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇറങ്ങണം. എന്നാലാണ് അങ്ങനത്തെ സ്ഥലത്ത് ഒന്ന് ഇന്ധനച്ചെലവ്, ഗതാഗതക്കുരുക്ക്, ജീവിത നിലവാരം, പുക, അതുകൊണ്ടുണ്ടാവണം ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഒഴിവായി വരും. ഇന്ത്യ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വർഷം ഭാരത്
18 സ്റ്റാൻഡേർഡിന് കാറ്റലിക് കൺവെർട്ടർ ട്രക്കിന് നിർബന്ധമായിട്ടുണ്ട്. അതുവരെ കാറ്റലിക് കൺവെർട്ടർ എന്ന് പറയുന്നത് ഒരുപാട് പൊടി തള്ളുന്ന സംവിധാനങ്ങൾ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ പതുക്കാൻ ഇന്ത്യയിലേക്ക് എത്തിപ്പെടുന്നു. ഇന്ത്യ കുറേയും കൂടി ശ്രദ്ധയോടുകൂടി ഇതൊക്കെ നടപ്പിലാക്കണം. നമ്മുടെ നാട് രക്ഷപ്പെടും. അതിനൊക്കെ പ്രോബ്ലം എന്താ വെച്ചാല്, ഇത് 1 ബില്യൺ ആളുകളുടെ ഒരു രാജ്യമാണ്. അതിനകത്ത് ആൾമോസ്റ്റ് 80% ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അവരെ അവയർനെസ്സിലേക്ക് കൊണ്ടുവരിക, അവർ നിലനിൽക്കുന്ന ജീവിത നിലവാരം എങ്ങനെ ഓരോ അവയർനെസ്സിലൂടെ നന്നാക്കി എടുക്കാമെന്നും കൂടെ അവരെ പഠിപ്പിക്കും. ഇതൊരു വലിയ പ്രോസസ്സാണ്. അത് ലൈക്ക് ട്രാഫിക് റൂൾസ് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല, ട്രാഫിക്കിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നില്ല. ആകെ നമ്മളവിടെ മാത്സും സയൻസും പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഏത് ചരിത്രം പഠിപ്പിച്ചാൽ നമ്മൾ പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ അന്ന് തന്നെ പുറത്തിറങ്ങിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആ കുട്ടികൾക്ക് അറിയില്ല. ട്രാഫിക്കില് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തത് ഇതുകൊണ്ട് തന്നെ എത്രയോ എന്താണ് പറയുക, ലൈവ് അവേഴ്സ് ജനങ്ങളുടെ നഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയ ഓട്ടോറിക്ഷ അതിലിടിച്ച് കയറ്റും. ആ കയറ്റുന്ന ഓട്ടോറിക്ഷക്കാരന് അറിയില്ല ഞാനത് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരനോട് അത് അരുത് എന്ന് പറയാൻ അതിലുള്ള ഇരിക്കുന്ന പാസഞ്ചറും തയ്യാറാവില്ല. പാസഞ്ചർ തയ്യാറായി തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ ചെയ്യില്ല. 10 ഓട്ടോറിക്ഷക്കാരൻ അത് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ 11ാമത്തവൻ ചെയ്യില്ല. അത് ഒരു എന്താ പറയാ, കുമുലേറ്റീവ് അല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഒരാള് മറ്റൊരാൾക്ക് കാരണമാവുകയാണ്, ചെയ്യാനും ചെയ്യാതിരിക്കാനും. ഞാനിവിടെ വന്നിട്ട് ഡ്രൈവിംഗ് ലെസന് പോയി. അപ്പോൾ ആ ഉൾക്കൊള്ളാൻ പറ്റിയ സംഗതികളാണ്. എന്നിട്ട് 2008 മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുത്തത്. 2008 മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് 2ാമത് ഇവിടെ ഡ്രൈവിംഗ് ലെസൺ പോയി. അപ്പോൾ ആദ്യത്തെ ദിവസം 3 ദിവസത്തെ കോഴ്സാണ്. ആദ്യത്തെ ദിവസം അമേരിക്കൻ ഹോണ്ട നടത്തുന്ന കോഴ്സാണ്. അവര് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിലെ ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കും. അവർ പറയുന്നത് നല്ല സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ വീല് പൊക്കാം. മാസത്തിലൊരിക്കൽ വീല് പൊക്കുകയാണെങ്കിൽ 12 വർഷത്തിൽ 12 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിച്ചിരിക്കാനുള്ള സാധ്യത 8%. അത് പറയുമ്പോൾ തന്നെ റിസ്കുകളെ കുറിച്ചുള്ള അവബോധം അത് നമുക്ക് വളരെയധികം ഉണ്ടാക്കാം. 2, ഓരോ ദിവസവും മോട്ടോർ സൈക്കിൾ പുറത്തെടുക്കുമ്പോൾ ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റ്: ഓയില്, എൻജിൻ, ഡീക്ലോക്സ് എന്നാണ് പറയുന്നത്, ടയർ, ചെയിൻ, ലൈറ്റ്, ഇഗ്നീഷൻ, ക്ലച്ച്, ഫ്യൂവൽ. ഇത്രയും സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ടത് 5C എന്നാണ് പറയുന്നത്: ഫ്യൂവൽ, ഇഗ്നീഷൻ, ന്യൂട്രൽ, എൻജിൻ, ക്ലച്ച്. ഇത്രയും സംഗതികൾ നമ്മൾ പാലിച്ച് അല്ലെങ്കിൽ അവയർനെസ്സോട് കൂടി മോട്ടോർ സൈക്കിൾ എടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും മിക്കവാറും മോട്ടോർ സൈക്കിൾ അപകടങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തരവാദി അണ്ടർ ഇൻഫ്ലേറ്റഡ് ടയറാണ്. ബ്രേക്ക് പിടിച്ചാൽ ടയർ വഴുതി പോവുകയും നിയന്ത്രണത്തിൽ നിന്ന് പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദി അണ്ടർ ഇൻഫ്ലേറ്റഡ് ടയറാണ്. ചെയിനിൻ്റെ ലൂസായിട്ടുള്ളതിൻ്റെ സിറ്റുവേഷനാണ് 2ാമത്. ഇത് രണ്ടും നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ മോട്ടോർ സൈക്കിളോ ഓടിക്കുമ്പോൾ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നിലെ ബ്രേക്ക് മാത്രം പിടിച്ചാൽ മതി. പിന്നിലെ ബ്രേക്ക് വെറും 25% ബ്രേക്കിംഗ് പവറാണ് വരുന്നത്. മുന്നിലത്തെ ബ്രേക്കാണ് 75% ബ്രേക്കിംഗ് പവർ വരുന്നത്. 2 ബ്രേക്കും ഒരേ സമയം ഒരേ ശക്തിയോട് കൂടി അമർത്തുകയും വണ്ടി നിർത്താനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യണം. പിന്നിലെ ബ്രേക്ക് തന്നെ അമർത്തി കഴിഞ്ഞാൽ വണ്ടി ഫിഷ്ടെയിൽ ചെയ്യും. മുന്നിലെ ബ്രേക്ക് മാത്രം അമർത്തി കഴിഞ്ഞാൽ വണ്ടി പിൻവശം മുന്നിലേക്ക് തെറിക്കുകയും ചെയ്യും. ഇത് രണ്ടും നമ്മൾ ഇതിലെ അപകടങ്ങളെ കുറിച്ച് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുകയും നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ആ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞാൽ ടെസ്റ്റാണ്. ആ ടെസ്റ്റ് കഴിഞ്ഞാൽ അവിടെ പാസ്സായി അപ്പോൾ തന്നെ ലൈസൻസ് കിട്ടും.